തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് വിഭജന ചർച്ചയിലേക്ക് 27-നകം പഞ്ചായത്ത് നഗരസഭ ബ്ലോക്ക് തലത്തിലെ സീറ്റ് വിഭജനം നടത്താൻ UDF ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ സീറ്റ് വിഭജന ചർച്ച 30-ന് നടത്താനും തീരുമാനമായി. കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചയിലേക്ക് കടക്കുകയാണ് UDF. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കം സജീവമാക്കിയിരിക്കുകയാണ് കണ്ണൂരിൽ UDF. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡിന്റെ നറുക്കെടുപ്പ് ഇന്നലെയാണ് പൂർത്തിയായത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ സീറ്റ് വിഭജന ചർച്ചയിലേക്കും UDF കടക്കുകയാണ് ഉണ്ടായത്. ഇന്ന് UDFന്റെ ജില്ലാ നേതൃയോഗം ചേർന്നു. ഇതിൽ സീറ്റ് വിഭജനം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. UDF ജില്ലാ ചെയർമാൻ PT മാത്യു, കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, പ്രൊഫസർ AD മുസ്തഫ, CA അജീർ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. 27-നകം പഞ്ചായത്ത് നഗരസഭ ബ്ലോക്ക് തലങ്ങളിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതത് തദ്ദേശ സ്ഥാപന പരിധിയിൽ UDF യോഗം ചേർന്നാണ് ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിവതും കഴിഞ്ഞ തവണത്തെ അതേ നില തുടരാനുള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഇപ്പോൾ UDF ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലുള്ള ഭിന്നതയും മുന്നണിയിൽ സീറ്റ് വിഭജനത്തിന്റെ പേരിൽ ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് കീഴ്ഘടകങ്ങൾക്ക് ഇപ്പോൾ ജില്ലാ നേതൃത്വം നൽകിയത്. ഈ താഴെ തട്ടിൽ പരാതികൾ ഉണ്ടെങ്കിൽ, അത് പരിഹരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഉടൻ തന്നെ UDF ജില്ലാ നേതൃത്വത്തെ അറിയിക്കണം. പിന്നീടുള്ള തുടർ ചർച്ചകൾ അത് ജില്ലാ നേതൃത്വം ഇടപെട്ട് നടത്തും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും വിജയത്തിനാകണം പ്രഥമ പരിഗണന എന്നതാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കീഴ്ഘടകങ്ങൾക്കും നൽകാനാണ് ഇന്നത്തെ ഈ ജില്ലാ നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ തലത്തിലെ സീറ്റ് വിഭജന ചർച്ച 30-ന് ജില്ലാ കണ്ണൂരിൽ നടക്കും. അതായത് ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അതിന്റെ ചർച്ച നടക്കുക. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തെ അതേ സീറ്റ് വിഭജനം തുടരാനുള്ള ഒരു ധാരണയിൽ ഏതാണ്ട് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റ് വേണമെന്ന്, ഒരു സീറ്റെങ്കിലും വേണമെന്ന് CMBയും ഈ മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആദ്യഘട്ടമായി സീറ്റാണ് ഇപ്പോൾ CMB ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കോൺഗ്രസ് ജയിച്ച വാരം, വെറ്റിലപ്പള്ളി സീറ്റുകളാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. സംവരണ സീറ്റായ വലിയന്നൂർ ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ട്. പുതുതായി രൂപീകരിച്ച കാഞ്ഞിരയും കോൺഗ്രസിന് നൽകാൻ ലീഗ് ഒരുക്കമാണ്. ഫലത്തിൽ കോൺഗ്രസിന് സീറ്റിന്റെ എണ്ണത്തിൽ കുറവുണ്ടാകില്ലെന്നും ഈ ലീഗ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ സജീവമായ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ലീഗിന്റെ തീരുമാനം. തെക്കി ബസാറും അതോടൊപ്പം തന്നെ പഞ്ഞിക്കയിലും ഈ 2 സീറ്റും വേണം എന്ന ആവശ്യം കൂടി ലീഗ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും അത് അത്ര ശക്തമായി അവർ മുന്നോട്ട് വെക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വാരം, വെറ്റിലപ്പള്ളി സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് ലീഗിന്റെ പൊതുവായ ഒരു ധാരണ. ഈ 2 ഡിവിഷൻ കമ്മിറ്റികളും മണ്ഡലം ജില്ലാ നേതൃത്വത്തോട് സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല, ചർച്ചയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വാരം ഡിവിഷനിൽ വലിയന്നൂരിലെ ലീഗിന്റെ പ്രധാന ശക്തി കേന്ദ്രം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ലീഗ് മത്സരിച്ച വെറ്റിലപ്പള്ളി സിറ്റി ഭാഗത്തെ ലീഗിന്റെ ശക്തി കേന്ദ്രം കൂടിയാണ്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഈ 2 സീറ്റും വേണം എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നത്. വലിയന്നൂരും ലീഗിന്റെ ഉറച്ച സീറ്റാണെങ്കിലും പട്ടികജാതി സംവരണമായതിനാലാണ് ഇത്തവണ അത് വിട്ടുകൊടുക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 30-ന് നടക്കുന്ന സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുമ്പ് കോൺഗ്രസ് ലീഗ് നേതാക്കൾ തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തി ധാരണയിൽ എത്തുക എന്ന ഒരു തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട്. K. സുധാകരനെ അടക്കം കണ്ട് ഈ 2 സീറ്റ്, അതായത് വാരം, വെറ്റിലപ്പള്ളി 2 സീറ്റുകൾ തങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ നീക്കവുമായി ലീഗും മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗിൽ ഇത്തവണ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ലീഗിൽ 3 ടേം വ്യവസ്ഥക്ക് സംസ്ഥാനത്തും ഇത്തവണ ഇളവ് നൽകി എന്നുള്ളതാണ്. ഇന്നലെ ഇത് സംബന്ധിച്ച ഒരു സർക്കുലർ ജില്ലാ നേതാക്കൾക്ക്, ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന കമ്മിറ്റി
അയച്ചിട്ടുണ്ട്. ഇതോടെ കൂടുതൽ നേതാക്കൾ മത്സരരംഗത്തേക്ക് വരാനും സാധ്യതയായിരിക്കുന്നു എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 3 ടേം മത്സരിച്ച് കഴിഞ്ഞ തവണ മാറി നിന്നവർക്കാണ് ഇത്തവണ ഇളവ് നൽകുക. 4 തവണ മത്സരിച്ചവർക്ക് ഇളവ് ലഭിക്കില്ല. മുൻ ഡെപ്യൂട്ടി മേയർ സി സമീർ ഉൾപ്പെടെയുള്ളവർക്ക് വീണ്ടും മത്സരിക്കാനുള്ള ഒരു അവസരമാണ് ഈ പുതിയ സർക്കുലറിലൂടെ വന്നിട്ടുള്ളത് എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ സീറ്റ് സി സമീറിനെ മത്സരിപ്പിക്കാൻ വലിയ തോതിലുള്ള ശ്രമം അവിടുത്തെ കമ്മിറ്റി നടത്തിയിരുന്നു. പാണക്കാട് തങ്ങളെ അടക്കം കാണുകയും ചെയ്തിരുന്നു. പക്ഷേ ഇളവ് നൽകാൻ ലീഗ് നേതൃത്വം തയ്യാറായിരുന്നില്ല. അത്തരം പ്രശ്നത്തിനാണ് ഇത്തവണ ഒരു പരിഹാരം ആയിട്ടുള്ളത്. എന്നാലും ഈ സീറ്റ് വിഭജനത്തിന് ശേഷം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. അർജുൻ.